ഗുഡ് മോർണിംഗ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ EVSൻ്റെ ഫസ്റ്റ് 3 മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസോഴ്സസിനെ കുറിച്ചായിരുന്നു. അതിൽ റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസോഴ്സസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് മൊഡ്യൂളിൽ എക്കോസിസ്റ്റം, ഇക്കോളജി, അങ്ങനെ എക്കോസിസ്റ്റവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിച്ചു. തേർഡ് മൊഡ്യൂളിൽ പൊല്യൂഷനെ കുറിച്ചാണ് പഠിച്ചത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, ന്യൂക്ലിയർ പൊല്യൂഷൻ, തെർമൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് പൊല്യൂഷൻസിനെ കുറിച്ചും പഠിച്ചു. ഇനി നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് ഈ സിലബസിൻ്റെ ലാസ്റ്റ് ഫോർത്ത് മൊഡ്യൂളിലേക്കാണ്. ഹസാർഡ്സ്, ഡിസാസ്റ്റേഴ്സ് ആൻഡ് മിറ്റിഗേഷൻ മെഷേഴ്സ് എന്ന് പറയുന്ന ഫോർത്ത് മൊഡ്യൂൾ. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റിസ്ക് ആണ്. വാട്ട് ഈസ് റിസ്ക് എന്നുള്ളതാണ് ഫസ്റ്റ് വരുന്ന ഒരു ടോപ്പിക്. സോ ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഗെയിനിങ് ഓർ ലോസിങ് സംതിങ് ഓഫ് വാല്യൂ. ഇപ്പോൾ റിസ്ക്, നമ്മളൊരു കാര്യം റിസ്ക് എടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ നഷ്ടപ്പെടാനുള്ള ചാൻസും ഉണ്ട്, ഗെയിൻ ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അതാണ് പറയുന്നത് ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഗെയിനിങ് ഓർ ലോസിങ് സംതിങ് ഓഫ് വാല്യൂ. അത്രയും വാല്യൂബിൾ ആയിട്ടുള്ള എന്തോ ഒരു സംതിങ് എന്തോ ആവാം, അത് ലോസ് ആവുന്നതും ഗെയിൻ ആവുന്നതും റിസ്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടറിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ്. വാല്യൂസ് സച്ച് ആസ് ഫിസിക്കൽ ഹെൽത്ത്, സോഷ്യൽ സ്റ്റാറ്റസ്, ഇമോഷണൽ വെൽബീയിങ് ഓർ ഫിനാൻഷ്യൽ വെൽത്ത്. ആ വാല്യൂസ് എന്ന് പറയുന്നത് എന്തും ആവാം. ഹെൽത്ത് ആയിരിക്കാം, ഫിസിക്കൽ സ്റ്റാറ്റസ് ആയിരിക്കാം, എന്തും ആയിരിക്കാം, അതിൽ ഉൾപ്പെടാം. വാല്യൂസ് ക്യാൻ ബി ഗെയിൻഡ് ഓർ ലോസ്റ്റ് വെൻ ടേക്കിംഗ് റിസ്ക് റിസൾട്ടിങ് ഫ്രം എ ഗിവൺ ആക്ഷൻ ഓർ ഇനാക്ഷൻ. അപ്പോൾ ഒരു ആക്ഷൻ, നമ്മളൊരു കാര്യം ചെയ്യുന്നതിലൂടെയും ചെയ്യാത്തതിലൂടെയും ഇത് സംഭവിക്കാം. റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് ചെയ്യുക, അത് റിസ്ക് എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ റിസ്ക് എടുക്കുന്നത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. ദെൻ ഫോഴ്സിൻ ഓർ അൺഫോഴ്സിൻ, നമുക്ക് മുൻകൂട്ടി അറിയുന്നതോ അറിയാത്തതോ ആവാം എന്നാണ് പറയുന്നത്. റിസ്ക് ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് എ ഇൻറ്റൻഷണൽ ഇൻട്രാക്ഷൻ വിത്ത് അൺസർട്ടനിറ്റി. അൺസർട്ടനിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഉറപ്പില്ലായ്മ അല്ലെങ്കിൽ ഒരു തീർച്ചയില്ലായ്മയുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനാണ്. ഇൻറ്റൻഷണൽ ഇൻട്രാക്ഷൻ നമ്മൾ വേണമെന്ന് വെച്ചിട്ടുള്ള ഒരു ഇൻട്രാക്ഷനാണ്. ഇറ്റ് ഈസ് ആൻ ഇൻട്രാക്ഷൻ വിത്ത് അൺസർട്ടനിറ്റി എന്നാണ് പറയുന്നത്. അൺസർട്ടനിറ്റി ഈസ് എ പൊട്ടൻഷ്യൽ അൺപ്രഡിക്റ്റബിൾ ആൻഡ് അൺകൺട്രോളബിൾ ഔട്ട്കം. റിസ്ക് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ആക്ഷൻ ടേക്കൻ ഇൻ സ്പൈറ്റ് ഓഫ് അൺസർട്ടനിറ്റി. അപ്പോൾ നമുക്കൊരു കാര്യത്തിൽ ഒരു ഉറപ്പില്ല, അതിൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും, ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാതെ നമ്മൾ ആ കാര്യം ചെയ്യാൻ പോകുമ്പോൾ അവിടെ നമ്മൾ കടന്നു പോകുന്ന ആ ഒരു സ്റ്റേജിനെയാണ് റിസ്ക് എന്ന് പറയുന്നത്. അതിൽ ഗെയിനിങ് ആവാം, നേട്ടം ഉണ്ടാവാം, അല്ല ലോസും ആവാം, എന്താവും വരാം. റിസ്ക് പെർസെപ്ഷൻ എന്നുള്ളതാണ് അടുത്തൊരു സബ് ടോപ്പിക്കായിട്ട് വരുന്നത്. ഇറ്റ് ഈസ് ദ സബ്ജക്റ്റീവ് ജഡ്ജ്മെൻറ്റ് പീപ്പിൾ മേക്ക് അബൌട്ട് ദ സെവിയറിറ്റി ആൻഡ് പ്രോബബിലിറ്റി ഓഫ് എ റിസ്ക്. അപ്പം റിസ്ക് പെർസെപ്ഷൻ എന്ന് പറയുന്നത് ആ റിസ്കിൻ്റെ എത്രത്തോളം, ആ റിസ്ക് എടുത്താൽ എത്രത്തോളം നമുക്ക് അതിലെങ്കിൽ നെഗറ്റീവായിട്ട് അത് നമ്മൾ എത്രത്തോളം അഫക്റ്റ് ചെയ്യും അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നുള്ളതിന് അത് മുൻകൂട്ടി കാണാനുള്ള ആ ഒരു കഴിവിനെയാണ് റിസ്ക് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് മേ വേരി പേഴ്സൺ ടു പേഴ്സൺ. അപ്പോൾ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരാൾക്ക് തോന്നുകയാണ് ആ റിസ്ക് അല്ലെങ്കിൽ അത് എടുക്കാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ കാര്യം ചെയ്താൽ അതിൽ റിസ്ക് കൂടുതലാണ്, അത് നേട്ടത്തേക്കാൾ കൂടുതൽ നഷ്ടം ഉണ്ടാക്കുമെന്ന് ഒരാൾക്ക് തോന്നിയിരിക്കാം, മറ്റൊരാൾക്ക് തോന്നാൻ കുഴപ്പമില്ല എന്നുള്ള രീതിക്ക്. അങ്ങനെ പേഴ്സൺ ടു പേഴ്സൺ ആ ഒരു വ്യൂ ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ബട്ട് സം ആർ മച്ച് റിസ്കിയർ ദാൻ അതേഴ്സ്. എനി ഹ്യൂമൻ ഇൻഡിവിജ്വൽ ക്യാരീസ് സം റിസ്ക് ബട്ട് സം ആർ മച്ച് റിസ്കിയർ ദാൻ അതേഴ്സ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും റിസ്ക് ഉണ്ട്. ചിലത് മറ്റു ചിലതിനേക്കാൾ കൂടുതലായിരിക്കാം, കുറവായിരിക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് റിസ്ക് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് റിസ്ക് മാനേജ്മെൻ്റ് ആണ്. ആ ഒരു കണ്ടീഷനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മിനിമൈസിങ് ഓർ മിറ്റിഗേറ്റിംഗ് ദ റിസ്ക്. അല്ലെങ്കിൽ ആ ഒരു റിസ്കിൻ്റെ എഫക്റ്റിനെ അല്ലെങ്കിൽ അതിനെ മിനിമൈസ് ചെയ്യുക അല്ലെങ്കിൽ മിറ്റിഗേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് വേണ്ട സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് റിസ്ക് മാനേജ്മെൻറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് റിസ്ക് ഫോളോവ്ഡ് ബൈ ഒപ്റ്റിമൽ യൂസ് ഓഫ് റിസോഴ്സസ് ടു മോണിറ്റർ ആൻഡ് മിനിമൈസ് ദ സെയിം. ഓക്കെ, അപ്പോൾ അത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദ റിസ്ക്. ആ റിസ്ക് എത്രത്തോളം ഹൈ ലെവലിൽ വരും അല്ലെങ്കിൽ അത് എത്രത്തോളം ഇൻറ്റൻസ് ആവാം അല്ലെങ്കിൽ അതിൻ്റെ ഡെപ്ത് എത്രത്തോളം വരാം അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന എഫക്റ്റ് എത്രത്തോളം നോക്കി നമ്മൾ മുൻകൂട്ടി കാണുകയും അതിനനുസരിച്ച് മൂവ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് അനുസരിച്ച് അതിനനുസരിച്ച് മൂവ് ചെയ്യുകയും ചെയ്യുന്നതിനാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു പരിധി വരെ ആ റിസ്കിലൂടെ ഉണ്ടാകുന്ന നഷ്ടം നമുക്ക് ഒഴിവാക്കിയിട്ട് ഗെയിനിങ്ങിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് റിസ്ക് മാനേജ്മെൻറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. ഐഡിയലി ഇൻ റിസ്ക് മാനേജ്മെൻറ്റ് എ റിസ്ക് പ്രയോറിറ്റൈസേഷൻ പ്രോസസ് ഈസ് ഫോളോവ്ഡ്. അപ്പോൾ ഇതിലൊരു റിസ്ക് പ്രയോറിറ്റൈസേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഫോളോ ചെയ്യുന്നുണ്ട്. ഇൻ വിച്ച് ദോസ് റിസ്ക് ദാറ്റ് പോസ് ദ ത്രെറ്റ് ഓഫ് ഗ്രേറ്റ് ലോസ്, അതിൽ അത്രയും വലിയ ലോസ് ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ അതിന് പിന്നെ നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ, അത്തരത്തിലുള്ള റിസ്ക് നമ്മൾ എടുക്കാൻ പോവുകയാണെങ്കിൽ
ആൻഡ് ഹാവ് ഗ്രേറ്റ് പ്രോബിലിറ്റി ഓഫ് ഒക്യുറൻസ് ആർ ഡെൽ വിത്ത് ഫസ്റ്റ്. അപ്പം അത്തരം റിസ്കുകൾ ആദ്യം തന്നെ മുൻകൂട്ടി ആദ്യം തന്നെ കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഗ്രേറ്റ് റിസ്ക് അല്ലെങ്കിൽ അത്രയും വലിയ നഷ്ടം സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നത് ആദ്യം തന്നെ ഡീൽ ചെയ്യാം. അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് പ്രോപ്പറായിട്ടുള്ള വേ വെച്ചിട്ട് അനലൈസ് ചെയ്ത് അതിന് വേണ്ട മെത്തേഡ്സ് കണ്ടുപിടിച്ച് പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകുക. അതിനാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഫസ്റ്റ് ഒരു പ്രോസസ്സാണ് റിസ്ക് പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമുക്കൊരു ടേബിൾ ഉണ്ട് കൊടുത്തിട്ട്. അത് റിസ്കിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പാക്റ്റിനെ, റിസ്കിനല്ല, ഒരു റിസ്ക് കാരണം നമ്മളൊരു റിസ്ക് ഏറ്റെടുക്കാൻ പോകുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഇമ്പാക്ട്സിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിഗ്നിഫിക്കൻറ്റ്, മോഡറേറ്റ്, മൈനർ, ലൈക്ലിഹുഡ്. സിഗ്നിഫിക്കൻ്റ് എന്ന് പറയുമ്പോൾ ഹൈ ലെവലായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകും. മോഡറേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് ലെവലിൽ, മൈനർ എന്ന് പറയുമ്പോൾ കുറവ്, ലൈവ്ലിഹുഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഓരോരുത്തരും എന്താ ചെയ്യേണ്ടതാണ്, ആക്ഷൻസ് എടുക്കുമ്പോൾ സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ആണ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് അതിനുണ്ടാകുന്നുണ്ടെങ്കിൽ കൺസിഡറബിൾ മാനേജ്മെൻറ്റ് റിക്വയർഡ്. നമ്മളത് കാര്യമായിട്ട് ഡീൽ ചെയ്തിട്ട് കാര്യമായിട്ട് അതിനെക്കുറിച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പഠിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണം പോകാൻ. മസ്റ്റ് മാനേജ് ആൻഡ് മോണിറ്റർ റിസ്ക്. അത് എന്താണെന്നുള്ളത് മസ്റ്റ് മാനേജ് ചെയ്യണമെന്നാണ് പറയുന്നത് എങ്ങനെയെങ്കിലും. കാരണം അതിലൂടെ വരാൻ പോകുന്ന ലോസ് കൂടുതലായിരിക്കും. അതിൻ്റെ ഇമ്പാക്റ്റ് സിഗ്നിഫിക്കൻ്റ് എന്ന് പറയുമ്പോൾ ഗെയിൻ ആയാലും ലോസ് ആയിരിക്കും. അത് അത്രയും നല്ലതായിരിക്കും. അല്ലെങ്കിൽ ലോസ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അത്രത്തോളം എഫക്റ്റ് ചെയ്യും നെഗറ്റീവായിട്ട്. അപ്പം അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യണം. എക്സ്റ്റെൻസീവ് മാനേജ്മെൻറ്റ് എസെൻഷ്യൽ. അത്രയും ഹൈ ലെവൽ മാനേജ്മെൻറ്റ് അവിടെ വേണമെന്നാണ് പറയുന്നത്. മോഡറേറ്റ് ആകുമ്പോൾ അതിന് കുറച്ച് ഒരു താഴ്ത്ത് വന്നു. റിസ്ക് ആർ ബെയറബിൾ ടു സെർട്ടൈൻ എക്സ്റ്റെൻറ്റ്. ഒരു പരിധി വരെ ആ റിസ്ക് കാരണം നഷ്ടം ഉണ്ടായാലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും. മാനേജ്മെൻറ്റ് എഫേർട്ട് വർത്ത് വെൽ. നമ്മൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എഫക്റ്റീവ് ആയിരിക്കും. അവിടെ ലോസ് വരാനുള്ള ചാൻസ് കുറവാണെന്നാണ് പറയുന്നത്. മാനേജ്മെൻറ്റ് എഫേർട്ട് റിക്വയർഡ്. എങ്ങനെയായാലും മാനേജ്മെൻറ്റ് എഫേർട്ട് ആവശ്യമുണ്ട് അവിടെ. ദെൻ മൈനർ ഇമ്പാക്റ്റ് വരുന്ന റിസ്കുകളാകുമ്പോൾ അക്സെപ്റ്റ് റിസ്ക്. ഒന്നും നോക്കാതെ അത് നമ്മൾ എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം. കാരണം നമുക്ക് അവിടെ ലോസ് അല്ല, ലോസിനേക്കാൾ കൂടുതൽ ഗെയിനാണ് കിട്ടാൻ പോകുന്നതെങ്കിൽ. അക്സെപ്റ്റ് ബട്ട് മോണിറ്റർ റിസ്ക്. അക്സെപ്റ്റ് ചെയ്താലും അതിനെ കറക്റ്റായിട്ട് വാല്യൂ ചെയ്യണം അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. മാനേജ് ചെയ്യാനുള്ള ഒരു ചാൻസിലും മോണിറ്റർ ചെയ്യണം. ദെൻ മാനേജ് ആൻഡ് മോണിറ്റർ റിസ്ക്. രണ്ടും മാനേജ് ചെയ്യാൻ വേണം, മോണിറ്റർ ചെയ്യാൻ വേണം. ദെൻ അതിൻ്റെ ചാൻസസ് ആണ് ലൈക്ലിഹുഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് ലോ, മീഡിയം, ഹൈ എന്ന് പറഞ്ഞിട്ട്. The above chart can be used to strategize in various situations. The first two factors are governed to action required are the probability of occurrence and the impact of risk. അപ്പോൾ ഫസ്റ്റ് രണ്ടെണ്ണത്തിൽ ആ ഒരു റിസ്ക് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണെങ്കിൽ ലോസ് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മുടെ നെക്സ്റ്റ് മൂവ്മെൻറ്റ്സ് നമ്മൾ പ്ലാൻ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഈ കണ്ടീഷൻ വേർ ദ ഇമ്പാക്റ്റ് ഈസ് മൈനർ. ഫോർ എക്സാമ്പിളിന് എവിടെയാണോ ഇമ്പാക്ട്സ് മൈനറാണ് അല്ലെങ്കിൽ വളരെ കുറവാണ്, അത് കാരണം ഉണ്ടാകുന്ന നഷ്ടം കുറവാണെങ്കിൽ, ആൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഒക്യുറൻസ് ഈസ് ലോ, ഇറ്റ് ഈസ് ബെറ്റർ ടു അക്സെപ്റ്റ് ദ റിസ്ക്. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന നഷ്ടം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ആ റിസ്ക് ഏറ്റെടുക്കണം. കാരണം നമുക്ക് അവിടെ വലിയ നഷ്ടമൊന്നും വരാനില്ല. ഈ കണ്ടീഷൻ വേർ ദ ലൈക്ലിഹുഡ് ഈസ് ഹൈ, ദ ഇമ്പാക്റ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ്, എക്സ്റ്റെൻസീവ് മാനേജ്മെൻറ്റ് ഈസ് റിക്വയർഡ്. നേരെ മറിച്ച് ഒരു കണ്ടീഷനിൽ ആ റിസ്ക് ഏറ്റെടുത്താൽ നമുക്കുണ്ടാകാൻ പോകുന്ന ആ ഒരു നഷ്ടം എന്ന് പറഞ്ഞാൽ ഹൈ ലെവലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ റിസ്ക് ഏറ്റെടുക്കരുതെന്നല്ല, പക്ഷേ അവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റാണ് അവിടെ വേണ്ടത്. അതിനെ എത്രത്തോളം നമ്മളതിൻ്റെ ആ ഒരു ലോസ് ആവും എന്നുള്ള ആ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാൻ എത്രത്തോളം ആക്ഷൻസ് എടുക്കണോ അത്രയും നോക്കിയിട്ട് മാനേജ് ചെയ്തിട്ട് വേണം അത് ഏറ്റെടുക്കാൻ. ചെയ്യേണ്ട എന്നല്ല പറയുന്നത്, ഏറ്റെടുക്കണം. പക്ഷേ ആ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ പ്രോപ്പറായിട്ട് അത് കടന്നു പോകണം. ദിസ് ഈസ് ഹൗ എ സർട്ടൻ പ്രയോറിറ്റി ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഡീലിംഗ് വിത്ത് ദ റിസ്ക്. ഇതാണ് പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ വരുന്നത്. ഒരു റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഒരു സൈക്കിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അസസ് ചെയ്യുക, ദെൻ ഇവാലുവേറ്റ്, മാനേജ്, മെഷർ. ആ 4 സ്റ്റെപ്പിലൂടെ അത് കടന്നു പോവാണ്. അസസ്, ഇവാലുവേറ്റ്, മാനേജ് ആൻഡ് മെഷർ. അക്കോർഡിംഗ് ടു ദിസ് സൈക്കിൾ ദർ ആർ 4 സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു സൈക്കിൾ വെച്ച് നമുക്ക് പറയാം റിസ്ക് മാനേജ്മെൻറ്റിൽ ദർ ആർ 4 സ്റ്റെപ്സ്. ഫസ്റ്റ് വൺ അസസ്, ഇവാലുവേറ്റ്, മാനേജ് ആൻഡ് മെഷർ. The first step is to assessment of risk, followed by evaluation, management of the same. The last step is measuring the impact. Okay, അപ്പോൾ ഫസ്റ്റ് അസസ്, ദെൻ ഇവാലുവേറ്റ്, മാനേജ് ആൻഡ് മെഷർ. റിസ്ക് മാനേജ്മെൻറ്റിൽ വരുന്ന 4 സ്റ്റെപ്സ് ആണ്. ഓക്കെ, ദെൻ നൗ വാട്ട് ഈസ് റിസ്ക് അസസ്മെൻറ്റ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് quantitative or qualitative estimate of risk related to a well-defined situation and a recognized threat. അപ്പോൾ അതിലൂടെ ഉണ്ടാകാൻ പോകുന്ന
സിറ്റുവേഷനെയും റെക്കഗ്നൈസ് ചെയ്യാൻ പോകാൻ നമ്മൾ ആ ത്രെട്ട് അല്ലെങ്കിൽ ആ ഒരു റിസ്ക് ഏറ്റെടുക്കുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് അസസ് ചെയ്യാണ്, അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുക എന്നുള്ളത് അത് ഡീറ്റെയിൽ ആയിട്ട് അസസ് ചെയ്ത് ഡിറ്റർമൈൻ ചെയ്യാണ് ഇന്നതെല്ലാം സംഭവിക്കുക എന്നുള്ളത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രത്തോളം വരുന്നു ക്വാളിറ്റി എത്രത്തോളം വരുന്നു നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് റിസ്ക് അസസ്മെൻറ്റ് റിക്വയർസ് കാൽക്കുലേഷൻ ഓഫ് 2 components, the magnitude of the potential loss and the probability. ഓക്കെ, അപ്പോൾ അതിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസ്ക് അസസ്മെൻറ്റും ഉണ്ട്, ക്വാളിറ്റേറ്റീവ് റിസ്ക് അസസ്മെൻറ്റും ഉണ്ട്. രണ്ടെണ്ണമാണുള്ളത്, ക്വാണ്ടിറ്റേറ്റീവ് റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസ്ക് അസസ്മെൻറ്റ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസ്ക് അസസ്മെൻറ്റിൽ വരുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ പൊട്ടൻഷ്യൽ ലോസ്, അവിടെ സംഭവിക്കാൻ പോകുന്ന നഷ്ടത്തിൻ്റെ തീവ്രത എത്രയാണെന്നുള്ളതും, ആൻഡ് ദ പ്രോബബിലിറ്റി, അത് സംഭവിക്കാനുള്ള ചാൻസ് എത്രയാണെന്നുള്ളതും. ഫസ്റ്റ് വൺ, magnitude of the potential loss, then the probability that the loss will occur. An acceptable risk is that is a risk that is understood and tolerated, usually because the cost or difficulty of implementing an effective countermeasure for the associated vulnerability exceeds expectation of loss. അപ്പോൾ നമ്മളൊരു അക്സെപ്റ്റ് ചെയ്യുന്ന റിസ്ക് എന്ന് പറയുമ്പോൾ അതിലൂടെ വരുന്ന ഇമ്പാക്റ്റ് നെഗറ്റീവ് ആയാലും നമുക്കൊരു പരിധി വരെ അത് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതേപോലെ തന്നെ അതിലൂടെ ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടീസ് ആയാലും കോസ്റ്റ്, നമുക്ക് നേടുന്ന നഷ്ടങ്ങളായാലും ഒരു പരിധി വരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഹെൽത്ത് റിസ്ക് അസസ്മെൻറ്റ് ഇൻക്ലൂഡ്സ് വേരിയേഷൻ സച്ച് ആസ് റിസ്ക് ആസ് ദ ടൈപ്പ് ആൻഡ് സിവിയറിറ്റി റെസ്പോൺസ് വിത്ത് ഓർ വിത്തൗട്ട് പ്രോബബിലിസ്റ്റിക് കോണ്ടെക്സ്റ്റ്. ഇപ്പോൾ ഒരു കോണ്ടെക്സ്റ്റിൽ അതിന് ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഉണ്ട്. ഹെൽത്ത് റിസ്ക് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ റിസ്കിന് ഡിഫറെൻറ്റ് വേരിയേഷൻ, ഓരോ സിറ്റുവേഷനിലും നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വേണം റിസ്ക് ഏറ്റെടുക്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റിസ്ക് വരുമ്പോൾ അതിനെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്റ്റേജ്, അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് അത് ഏറ്റെടുക്കണോ അല്ലെങ്കിൽ ഏറ്റെടുത്താൽ അതിലൂടെ വരുന്ന ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുന്ന രീതിയിലേക്ക്. 5 step process in risk assessment and management. അതിൽ വരുന്ന ഒരു 5 step പ്രോസസ്സാണ് റിസ്ക് അസസ്മെൻറ്റിനും മാനേജ്മെൻറ്റിനും. ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷ് ദ കോണ്ടെക്സ്റ്റ്. സെക്കൻഡ് വൺ, ഐഡൻറ്റിഫൈ ദ റിസ്ക് ഓർ ഹസാർഡ്. തേർഡ് വൺ, അനലൈസ് ദ റിസ്ക്. ഫോർത്ത് വൺ, ഇവാലുവേറ്റ് ആൻഡ് പ്രയോറിറ്റൈസ് ദ റിസ്ക്. ആൻഡ് ലാസ്റ്റ്, ടാക്കിൾ ദ റിസ്ക്. അപ്പോൾ 5 സ്റ്റെപ്പിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷ് ദ കോണ്ടെക്സ്റ്റ്. അണ്ടർസ്റ്റാൻഡ് ദ ഓപ്പറേറ്റിംഗ് കോണ്ടെക്സ്റ്റ് ആൻഡ് എൻവയോൺമെൻറ്റ്. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഐഡൻറ്റിഫൈ ദ റിസ്ക്. ഐഡൻറ്റിഫൈ ദ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ റിസ്ക് ഹസാർഡ്സ് ദാറ്റ് പോസസ് ത്രെറ്റ്. അപ്പോൾ ആ റിസ്ക് ഏറ്റെടുക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും ഉണ്ടാകുന്ന ഇമ്പാക്ട്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് റിസ്ക് എന്നുള്ളത് പ്രോപ്പറായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കുകയാണ്. ദെൻ അനലൈസ് ദ റിസ്ക്. സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് വേരിയസ് കോൺട്രിബ്യൂട്ടിംഗ് ആൻഡ് ലീഡിങ് ഫാക്ടേഴ്സ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് അതിനെ അനലൈസ് ചെയ്യാണ്. എല്ലാ ഫാക്ടേഴ്സും, നമുക്ക് ലഭിക്കാവുന്ന എല്ലാ ചാൻസസും യൂസ് ചെയ്തിട്ട് ഈ റിസ്കിനെ അനലൈസ് ചെയ്യാണ്. ഏറ്റെടുക്കണോ വേണ്ടയോ എന്നുള്ളത് വെച്ച് നമ്മൾ അനലൈസ് ചെയ്യാണ്. Then evaluate and prioritize the risk. Characterize and prioritize the list of risk for further action. അപ്പോൾ ഒന്നായിരിക്കില്ല, 1, 2, 3 റിസ്ക് ഒക്കെ നമ്മൾ ഏറ്റെടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഏതാണ് ആദ്യം പറഞ്ഞല്ലോ, ഗ്രേറ്റ് ലോസ് വരുന്നത് ആദ്യം ഏറ്റെടുക്കുകയായിരിക്കും നല്ലത്. പിന്നെ പതുക്കെ ഓരോന്നായിട്ട് ഡീൽ ചെയ്ത് വരാമെന്നാണ് പറയുന്നത്. അപ്പോൾ ക്യാരക്ടറൈസ് ആൻഡ് പ്രയോറിറ്റൈസ് ദ ലിസ്റ്റ് ഓഫ് റിസ്ക് ഫോർ ഫർദർ ആക്ഷൻ. മുന്നോട്ട് പോകുന്നതോറും ഓരോന്നിനെയും പ്രയോറിറ്റൈസ് ചെയ്യുകയാണെങ്കിൽ ആ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. ടാക്കിൾ ദ റിസ്ക്. ഐഡൻറ്റിഫൈ ദ റേഞ്ച് ഓഫ് ഓപ്ഷൻസ് ടു ടാക്കിൾ ദ റിസ്ക് ആൻഡ് ഇംപ്ലിമെൻറ്റ് ദ ബെസ്റ്റ് ചോയ്സ് യൂസിങ് അവൈലബിൾ റിസോഴ്സസ്. അപ്പോൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ടൊരു മെത്തേഡ് കണ്ടുപിടിച്ചിട്ട് ആ റിസ്കിനെ എന്ത് ചെയ്യാണ്, ടാക്കിൾ ചെയ്യുന്നത്. ഐഡൻറ്റിഫൈ ദ റേഞ്ച് ഓഫ് ഓപ്ഷൻസ്. അതിലുണ്ടാകുന്ന നമുക്ക് മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലോസ് കുറയ്ക്കാൻ അല്ലെങ്കിൽ ത്രെട്ട് കുറയ്ക്കാനുള്ള മറ്റ് ഓപ്ഷൻസ് എല്ലാം എന്നുള്ളതെല്ലാം നോക്കിയിട്ട് ആ ഒരു റിസ്കിനെ ടാക്കിൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതാണ് റിസ്ക് അസസ്മെൻറ്റിലും മാനേജ്മെൻറ്റിലും വരുന്ന 5 സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷ് ദ കോണ്ടെക്സ്റ്റ്. സെക്കൻഡ് വൺ, ഐഡൻറ്റിഫൈ ദ റിസ്ക്, അനലൈസ് ദ റിസ്ക്, ദെൻ ഇവാലുവേറ്റ് ആൻഡ് പ്രയോറിറ്റൈസ് ദ റിസ്ക് ആൻഡ് ടാക്കിൾ ദ റിസ്ക്. അങ്ങനെ 5 സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റിസ്ക് ഇവാലുവേഷൻ ആൻഡ് അസസ്മെൻറ്റ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ആ ഒരു റിസ്ക് മാനേജ്മെൻറ്റിൽ 4 സ്റ്റെപ്സ് ഉള്ളത് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ദിസ് വൺ, അസസ്, ദെൻ ഇവാലുവേറ്റ്, മാനേജ് ആൻഡ് മെഷർ. അതിൽ ഓരോന്നായിട്ട് നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ ഇതുവരെയായിട്ട് റിസ്ക് എന്താണെന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ വാട്ട് ഈസ് റിസ്ക് എന്നുള്ളത് നമ്മൾ നോക്കിപ്പോയി. ദെൻ റിസ്ക് പെർസെപ്ഷൻ എന്താണെന്നുള്ളത് നോക്കി. റിസ്ക് മാനേജ്മെൻറ്റ്, ദെൻ അതിൻ്റെ ഇമ്പാക്ട്സിനെ വെച്ചിട്ട്
ഒരു ഡിവിഷൻ ചെയ്തിട്ടുണ്ട്, സിഗ്നിഫിക്കൻറ്റ്, മോഡറേറ്റ്, മൈനർ എന്ന് പറഞ്ഞിട്ട്. ദെൻ റിസ്ക് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് നോക്കി, അതിൽ 4 സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കി. ഫൈനലി റിസ്ക് അസസ്മെൻറ്റ് എന്താണെന്നുള്ളതും ആ ഒരു റിസ്ക് അസസ്മെൻറ്റിലും മാനേജ്മെൻറ്റിലും വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് പ്രോസസ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ടുണ്ട്.